അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനാ? ആ എല്ലാം സെയിം തന്നെ. അച്ഛൻ അമ്മ ഒരു ഓണക്കോടി, വീട്ടിലൊരു ഊണ്, പിന്നെ രാത്രിയായ ഒരു കുപ്പി. അല്ല ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടാ, നിങ്ങളും വാ. എന്നാ സെറ്റ്, ഞാൻ രാവിലെ എത്തും. ഇത്തവണ 1 വീക്ക് ലീവ് എടുത്തിട്ടുണ്ട്. എന്തായാലും റംസാൻ കഴിഞ്ഞു പോയി. ഇപ്രാവശ്യം ഓണത്തിനൂടെ ഞാൻ റംസാൻ ആഘോഷിച്ചിട്ടേ പോകുന്നുള്ളൂ. അടിപൊളി. അപ്പൊ ഈ തവണ കല്യാണം ഉണ്ടാവൂല്ലേ? കാണും. ഞാനെന്തായാലും ഇപ്രാവശ്യം നേരത്തെ വരാനാ വിചാരിച്ചിരുന്നത്. അച്ഛനമ്മേനെ ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നേ. കിടക്കട്ടെ എന്റെ വക ഒരു കുപ്പി. ഓ നിന്റെ അച്ഛന്റെ മിലിറ്ററി കുപ്പി അല്ലേ? സെറ്റ്. ജിബിനെ നീയും വന്നാ? എടാ വാടാ. എടാ ജോലിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അത് നമുക്ക് കൊച്ചിയിൽ തന്നെ സെറ്റാക്കാം. അതെ, നീ പേടിക്കണ്ട, നീയും വരണം. എടി നീ ഇവനോട് ടിക്കറ്റ് ബുക്ക് ചെയ്തേ. കൊച്ചി ടു ട്രിവാൻഡ്രം സെപ്റ്റംബർ 3. വേണ്ട, വേണം. നീ ടിക്കറ്റ് ബുക്ക് ചെയ്തേ. എടാ എന്താടാ നിന്റെ പ്രശ്നം? നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചപ്പോ എന്നെ ഒന്ന് വെറുതെ വിട്. നീ അപ്പൊ കൊച്ചിയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാ ഓണത്തിന്? അത് പറ്റത്തില്ല. എന്തായാലും നിന്നെ ഓണത്തിന് ഒറ്റയ്ക്ക് നടത്താൻ ഉദ്ദേശമില്ല. എടാ അത് കറക്റ്റാ. നീ ഇതാ നിന്റെ ജോലി ആലോചിച്ചിട്ട് നീ കൂടുതൽ വിഷമിക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം സെറ്റാവും. എന്ത് സെറ്റാവുന്നാടാ? എന്ത് സെറ്റാവുന്ന നീ പറയുന്നേ? എന്നാടാ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുള്ളത്? നിന്റെയൊക്കെ ട്രിപ്പും നിന്റെയൊക്കെ ഗെറ്റ് ടുഗദറും പാർട്ടിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നിന്റെ കടയും നിന്റെ ബിസിനസ്സും പ്രപ്പോസലും തൂക്കിക്കൊണ്ട് ഞാൻ ഇവരുടെ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ട് എന്നാടാ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളത്? ഉറക്കം വളച്ച് പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഇന്റർവ്യൂവിന് പോയാലും റിജക്ഷനാണ്. എന്റെ സങ്കടം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്റെ പൊസിഷനിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിൽക്കണം. ഒരിക്കലെങ്കിലും. നിന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ നിന്നെ ജോലി ഏൽപ്പിക്കുന്നേ? എടാ നിന്റെ വിശ്വാസം ഇട്ട് പുഴിയും കഴിഞ്ഞ് എന്റെ വീട്ടിൽ അടുപ്പെരിയോടാ. പിന്നെ ഫ്ലാറ്റിൽ അടുപ്പാണല്ലോ യൂസ് ചെയ്യുന്നത്. നീയൊക്കെ ആയിട്ടുള്ള കമ്പനി ഇന്ന് നിർത്തുക. എടാ സോറിടാ. ഇനി നിന്റെ ജോലി കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യവും. അതേടാ നീ വിഷമിക്കാതെ. എടാ എന്റെ കോണ്ടാക്ട് നിനക്ക് അറിയാമല്ലോ. എടാ ഈ ഓണത്തിന് മുമ്പ് ഇവന്റെ ജോലി നമ്മൾ സെറ്റാക്കും. അതെ, നീ ഒന്ന് സമാധാനപ്പെടറാ. നമ്മളൊക്കെ ഇല്ലേ കൂടി നിന്റെ എല്ലാ കാര്യം സെറ്റാക്കാൻ അല്ലടാ? അല്ലേ? അതെ, നീ നിന്റെ കൂടുകളല്ലേ. നീ വന്നേ, നമുക്ക് ഓണത്തിന് കുറെ പരിപാടി പ്ലാൻ ചെയ്യാനുള്ളതാ. നിന്റെ ജോലി കഴിഞ്ഞിട്ടോ വാ.